ഞാൻ ഈ ചോറിൻ്റെ പുറത്തുകൂടെ ഒഴിക്കുന്നത് എന്ത് കറിയാണെന്ന് മനസ്സിലായോ? ഇത് കോവിലകം മാമ്പഴ പുളിശ്ശേരിയാണ്. ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും കൂടെ വയ്ക്കാം. സാമ്പാറുണ്ട്. ഇത് മാമ്പഴം നമുക്ക് ഇതിൻ്റെ കൂടെ പിഴിഞ്ഞൊഴിച്ച്, നല്ല ചൂടുണ്ട്, പിഴിഞ്ഞൊഴിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റുണ്ട്. നമ്മുടെ സാധാരണ പുളിശ്ശേരിയിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായൊരു പുളിശ്ശേരിയാണ്. നല്ല സൂപ്പറായിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മാങ്ങയൊന്ന് വേവിച്ചെടുക്കാം. നല്ല പഴുത്ത് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണിത്. ഇത് പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റിയ മാങ്ങയാണ്. ഒന്ന് അടച്ച് വയ്ക്കാം. മാമ്പഴം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് വെന്ത് നന്നായിട്ട് ഇതിനോട് ചേർന്ന് നല്ല മധുരമൊക്കെ ഇതിലേക്കൊന്ന് പിടിച്ച് വരട്ടെ. ശർക്കര പാനി ഒഴിച്ച ശേഷം ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. 2 പിടി തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് തൈരും കൂടെ ചേർത്ത് ഇത് അരച്ചെടുക്കാൻ മതി. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. മാങ്ങ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ നടി ആനിക്ക് ഊർമിള ഉണ്ണി പറഞ്ഞു കൊടുത്ത റെസിപ്പിയാണ്. അത് കണ്ടപ്പം മുതൽ എനിക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇപ്പം 2 മാങ്ങ കിട്ടിയപ്പോൾ ഞാനിത് ചെയ്തു നോക്കുവാണ്. എങ്ങനെയാണ് നമ്മുടെ പുളിശ്ശേരിയിൽ നിന്നും വ്യത്യസ്തമാണ്. നമ്മുടെ പുളിശ്ശേരിക്ക് വെളുത്തുള്ളിയും ജീരകവും അരയ്ക്കുന്നുണ്ട്. ഇതിൽ വെളുത്തുള്ളിയോ ജീരകമോ ഒന്നും അരയ്ക്കുന്നില്ല. തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ അരയ്ക്കുന്നുള്ളൂ. അപ്പോൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. തേങ്ങ തൈരിലാണ് അരച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇന്ന് നെയ്യിൽ വേണം കടുക് വറുത്തൊഴിക്കാനായിട്ട്. ഇനി നമുക്ക് കടുക് വറുത്തൊഴിക്കാനായിട്ട് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇത് നെയ്യിലാണ് ഇത് കടുക് വറുക്കേണ്ടത്. സാധാരണ നമ്മൾ വെളിച്ചെണ്ണയിലാണ് പുളിശ്ശേരിക്ക് കടുക് വറുത്ത് വയ്ക്കാറുള്ളത്. നെയ്യ് ചൂടായി വന്ന ശേഷം കുറച്ച് ഉലുവ, ചെറിയ ഉള്ളി, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതുപോലെ നല്ല കുറുകിയ പരുവത്തിൽ എടുക്കണം. ഒഴിക്കാൻ പരുവത്തിലല്ല. സാധാരണ പുളിശ്ശേരി പോലെയല്ല ഇത്. ഇച്ചിരി കട്ടി ഉണ്ടാകും. ഉലകത്തിൽ ഒരേ ഒരു സ്വർഗം, അമ്മയുണ്ടാക്കിയ വീട്ടിലെ ഭക്ഷണം.